ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വൈജയന്തി മുത്തശ്ശിയോട് പറയുന്നു, ആരോരും ഇല്ലാത്തവളെ അടങ്ങി നിൽക്കണം. വീട്ടിലെ മുതലാളി കൈ കാണിച്ചാലുടനെ കാറിലോട്ട് ഓടി കയറുകയല്ല വേണ്ടത്. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, നീ ഇത്ര വലിയ സദാചാരം പറയുന്നുണ്ടല്ലോ, നീ ആരായിരുന്നടി? ആഗ്രയിൽ കിടന്ന് നീ എന്തൊക്കെയാടി കാണിച്ചു കൂട്ടിയത്? ഇത് കേട്ട് ഞെട്ടി ടെൻഷനോട് കൂടി ചുറ്റും നോക്കി വൈജയന്തി പറയുന്നു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആഗ്ര വിരൽ ചൂണ്ടി മുത്തശ്ശി പറയുകയാണ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട. ഒരു ശീലാവതി പറയുന്നത് കേട്ടാത്തൊന്നും നാട്ടുകാരെയും വീട്ടുകാരെയും ഗുരുക്കന്മാരെയും എല്ലാം അനുസരിച്ച് പുണ്യവതിയായിട്ട് ജീവിക്കുന്നവളാണെന്ന്. നീ ഒറ്റ ഒരുത്തി കാരണം ഞാനും കുഞ്ഞിരാമേട്ടനും രാവണിയേട്ടനും ഗംഗാധരനും ഒക്കെ എന്തുമാത്രം വിഷമിച്ചു. അപമാനവും സങ്കടവും എല്ലാം സഹിച്ചതിന് വല്ല കണക്കുമുണ്ടോ? വൈജയന്തി പറയുന്നു, അമ്മയൊന്ന് നിർത്തും, മതി. അമ്മ അവളോട് ചോദിച്ചായിരുന്നോ ആഗ്രയിലെ കാര്യം വല്ലതും അറിയാമോന്ന്? മുത്തശ്ശി പറയുന്നു, ആ ചോദിച്ചു, അവക്കൊന്നും അറിയാൻ മേല. അവള് ചുമ്മാ പടക്കം പൊട്ടിച്ചതാ. നീ അവളെ വരട്ടിയപ്പോഴേ പകരത്തിന് പകരം. വൈജയന്തി ചോദിക്കുന്നു, ഒന്നും അറിയത്തില്ലേ? മുത്തശ്ശി പറയുന്നു, അവൾ ആഗ്രയെ പോയിട്ടുമില്ല, പോയ ആരെയും അവൾക്ക് പരിചയവും ഇല്ല. പക്ഷെ അവൾ അത് പറഞ്ഞപ്പോഴേ നീ വിരണ്ടുപോയെന്ന് അവൾക്ക് മനസ്സിലായി. വൈജയന്തി പറയുന്നു, അമ്മ അവളോട് ചോദിച്ചില്ലേ എന്താ കാര്യമെന്ന്? മുത്തശ്ശി പറയുന്നു, ആ ചോദിച്ചു. ആഗ്രയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോന്ന്? ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടുമില്ല, എനിക്കറിയത്തുമില്ലെന്ന്. വൈജയന്തി പറയുന്നു, അപ്പോ അവള് വെറുതെ പറഞ്ഞതാണല്ലേ? മുത്തശ്ശി പറയുന്നു, ഇനി അതിന്റെ പേരിൽ അവളുടെ മെക്കിട്ട് കയറാൻ ചെല്ലണ്ട. ഇത് കേട്ട് വൈജയന്തി പറയുകയാണ്, എല്ലാവർക്കും അവളോടാണല്ലോ കൂറ്. ഇത് എവിടുന്ന് വന്നു? മുത്തശ്ശി പറയുകയാണ്, എല്ലാവർക്കും മനസ്സിലായി ഈ വീട്ടിലെ പ്രശ്നക്കാരി ആരാണെന്ന്. വൈജയന്തി പറയുകയാണ്, ഞാനാണല്ലേ പ്രശ്നക്കാരി. അവൾ മുത്തശ്ശി പറയുന്നു, അല്ലടി ഞാനാണല്ലോ നിന്നെ ഈ ഭൂമിയിലോട്ട് പെറ്റിട്ടത്, കുറ്റമല്ല എന്റേതാ. അങ്ങനെ മുത്തശ്ശി വിഷമത്തോടു കൂടി കിടക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് വൈജയന്തി. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ പഠിക്കുമ്പോൾ തൊട്ടരികിൽ പുസ്തകം നോർത്തു വെച്ച് മൊബൈലിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബബിത. ബാലചന്ദ്രൻ അവിടേക്ക് വരുമ്പോൾ ബബിത ചോദിക്കുന്നു, അച്ഛൻ ഇന്ന് എന്തോ പറ്റി നേരത്തെ? ബാലചന്ദ്രൻ പറയുന്നു, ഈ സമയത്ത് നിങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണെന്ന് അറിയണമല്ലോ. പഠിക്കുവാണോ കളിക്കുവാണോ അതോ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ബബിത പറയുന്നു, ഓ സ്പൈ വർക്ക്. കൃഷ്ണ പറയുന്നു, ചുമ്മാ പറയുന്നതാ ബബി ചേച്ചി, ഈ അച്ഛൻ വേറെന്തോ ഉദ്ദേശത്തിൽ വന്നതാ. ആണോ അച്ഛാന്ന് ബബിത ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നു, പല ഉദ്ദേശങ്ങളും ഉണ്ട്. അമ്മ എവിടെ? ബബിത പറയുന്നു, കിച്ചണിൽ കാണും. കുറച്ചു മുമ്പ് അലീനയുമായിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു. ബാലൻ ചോദിക്കുന്നു, ഫൈറ്റോ? എന്ത് ഫൈറ്റ്? കൃഷ്ണ പറയുകയാണ്, അതച്ഛൻ അറിയത്തില്ലേ? അമ്മ എന്തെങ്കിലും കൊനഷ്ടു പറയും, അലീന ചേച്ചി അതിന് മറുപടി പറയും. പുഞ്ചിരിച്ച ബാലൻ പറയുന്നു, ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? കൃഷ്ണ പറയുന്നു, കൊള്ളാം, അലീന ചേച്ചി ഇവിടുന്ന് പറപ്പിക്കാൻ പോവുകയാണ് അമ്മ. അലീന ചേച്ചി ആണെങ്കിൽ ഇന്നലെ പറക്കാനും റെഡിയാ. വല്ലത് നടക്കുമോന്ന് ബാലൻ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുകയാണ്, എവിടുന്ന്? കുറെ നാളായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഇത് കേട്ട് പുഞ്ചിരിച്ച് ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്ന ബാലനോടൊക്കെ അലീന എന്ന് വിളിക്കുകയാണ്. അലീന അവിടേക്ക് വരുമ്പോൾ പിന്നാലെ വരുന്ന വൈജയന്തി ചോദിക്കുന്നു, ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് വന്ന് ഇവളെ വിളിച്ചുകൊണ്ട് കാറിൽ കയറ്റി കൊണ്ടുപോയായിരുന്നു. ബാലൻ പറയുന്നു, വൈജയന്തി ഇങ്ങനെ സംസാരിക്കാതെ, നിന്റെ ചോദ്യം കേട്ടാ തോന്നും ഞാനൊരു സാമൂഹ്യ വിരുദ്ധനാണെന്ന്. വൈജയന്തി ചോദിക്കുന്നു, പിന്നെ എങ്ങനെ ചോദിക്കണം ഞാൻ? ബാലൻ പറയുന്നു, അലീനയും കൂട്ടി ഇന്ന് എവിടെയെങ്കിലും പുറത്തു പോയായിരുന്നോ എന്ന് മര്യാദയ്ക്ക് ചോദിക്കാമായിരുന്നല്ലോ. വൈജയന്തി പറയുന്നു, ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞില്ല. ബാലൻ പറയുന്നു, പറയാം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ അലീനയെ കൂടെ വിളിച്ച് ബാങ്കിൽ കൊണ്ടുപോയി അവളുടെ പേരിലൊരു FB അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അത് നീ അലീനയോട് ചോദിക്കുകയും അവൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇത് കേട്ട് വൈജയന്തി പറയുന്നു, ആ ഞാൻ അലീനയോട് ചോദിച്ചായിരുന്നു, ചോദിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. ബാലൻ ചോദിക്കുന്നു, പിന്നെ നീ എന്തിനാ എന്നോട് വൾഗറായിട്ടുള്ള ചോദ്യം ചോദിച്ചത്? അതുകൊണ്ട് എന്ത് സുഖം കിട്ടി നിനക്ക്? ഇത് കേട്ട് വൈജയന്തി പറയുന്നു, ശരി, ഞാൻ ആ ചോദ്യം ഇങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു. ഇവളെ വിളിച്ചോണ്ട് പോയി ഇവളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചപ്പോൾ എന്നോ സുഖം കിട്ടി ബാലചന്ദ്രന്? ഇവൾ ആവശ്യപ്പെട്ടില്ലായിരുന്നല്ലോ. ബാലൻ പറയുന്നു, ഇവള് ജോലി ചെയ്തുണ്ടാക്കുന്ന പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എടുത്തതാ. അതിനെന്താ? ഇത് കേട്ട് വൈജയന്തി പറയുന്നു, ഓ വേലക്കാരിയുടെ പൈസയുടെ കാര്യത്തില് എന്തൊരു ശുഷ്കാന്തി. ഇതിനു മുമ്പ് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന ഒരു സർവന്റിനും ഇന്നേ വരെ അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ടില്ല. ഇവൾക്ക് മാത്രം എന്താണാവോ ഇത്ര പ്രത്യേകത? ബാലൻ പറയുന്നു, ഇവളുടെ മുമ്പിൽ ആരെങ്കിലും കൈ നീട്ടിയാൽ ഉടനെ ഇവൾ ആ പൈസ എടുത്തങ്ങ് കൊടുക്കും. കൊടുക്കട്ടെ ബാലചന്ദ്ര, നമുക്ക് എന്നതാ നഷ്ടം? ബാലൻ പറയുന്നു, അലീന അക്കൗണ്ട് ശരിയായിട്ടുണ്ട്, ചെക്ക് ബുക്ക് അവര് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു തരും, ATM കാർഡും കിട്ടും. വൈജയന്തി ചോദിക്കുന്നു, ഇവിടുന്ന് നമ്മള് പറഞ്ഞയക്കാനിരിക്കുന്ന ഇവൾക്ക് എന്തിനാ പാലായിൽ ബാങ്ക് അക്കൗണ്ട്? അപ്പോൾ ബാലൻ പറയുകയാണ്, ഈ വീട്ടിൽ നിന്നല്ലേ പറഞ്ഞയക്കാൻ പറ്റൂ, പാലായിൽ ഇവളെ കണ്ടം വഴി ഒഴിക്കാനുള്ള അതോറിറ്റി ഒന്നും നമുക്കില്ലല്ലോ വൈജയ്. വൈജയന്തി ചോദിക്കുന്നു, പാലായിൽ ഇവള് എവിടെ ജോലിക്ക് നിൽക്കും? ഇത് കേട്ട് ബാലൻ ചോദിക്കുകയാണ്, ഇവിടുന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നീ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? വൈജയന്തി പറയുകയാണ്, ഇവൾക്ക് ആര് ജോലി കൊടുക്കാനാ? ബാലൻ പറയുന്നു, നമ്മൾ വിട്ടയക്കുക, അതോടെ നമ്മുടെ ജോലി തീർന്നു. വേറെ ആൾക്കാര് ക്യൂ നിൽക്കുക. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ റെഡിയാ. വൈജയന്തി പറയുന്നു, അപ്പൊ ഇവള് പാലായിൽ നിന്ന് പോകുന്നില്ല? ബാലൻ പറയുകയാണ്, അത് അവള് തീരുമാനിക്കട്ടെ. അപ്പോൾ വൈജയന്തി പറയുന്നു, മനുവും കാണുമല്ലോ കൂട്ടിന്, അവൻ കാറുമായിട്ട് വന്ന് കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബാലൻ പറയുന്നു, വൈജയ് നിനക്ക് മാത്രമേ അവളെ വേണ്ടാതുള്ളൂ. പാസ്ബുക്ക് പിടിച്ചോന്ന് പറഞ്ഞ് അലീനയുടെ നേരെ പാസ്ബുക്ക് നീട്ടുകയാണ് ബാലൻ. അലീന അത് വാങ്ങാനായി തുടങ്ങുമ്പോൾ അത് വാങ്ങിച്ച് ദേഷ്യത്തോടു കൂടി അലീന എന്ന് നോക്കിയിട്ട് പാസ്ബുക്ക് നോക്കുകയാണ് വൈജയന്തി. ഞെട്ടി വൈജയന്തിയും ബാലനെയും അലീനയും നോക്കുന്നു. അലീന സംശയത്തോടു കൂടി അവരെ നോക്കുകയാണ്. വൈജയന്തി
വൈജയന്തി പറയുന്നു 1,87,000 രൂപ. ഇതെവിടുന്ന ഇത്രയും പൈസ? അലീന ഞെട്ടി ബാലനെ നോക്കുമ്പോൾ ബാലൻ പറയുന്നു അതിൽ 1,57,000 ഞാൻ അവൾക്ക് കോമ്പൻസേഷൻ ആയിട്ട് കൊടുത്തതാ. ബാക്കി 30,000 രേവതിക്കുട്ടിയും അവളുടെ ലോക്കൽ ഗാർഡിയൻസും കാണാൻ വന്നപ്പോൾ കൊടുത്ത സംഭാവനയാ. വൈജയന്തി ചോദിക്കുന്നു ഈ 1,57,000 എന്തിന്റെ കോമ്പൻസേഷൻ? ബാലൻ പറയുന്നു അത്രയും രൂപയാണ് ഹോസ്പിറ്റലിൽ അവൾക്ക് വേണ്ടി ചിലവാക്കിയത്. വൈജയന്തി ചോദിക്കുന്നു അതിന് അങ്ങോട്ട് കൊടുക്കുകയാണോ വേണ്ടത്? അലീന അത് ഇങ്ങോട്ട് തന്ന് തീർക്കേണ്ടതല്ലേ? ബാലൻ പറയുന്നു അല്ല വൈജയ്, അതിനകത്ത് വേറൊരു കട ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് കേട്ട് അലീന സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ വൈജയന്തി ചോദിക്കുന്നു വേറെ എന്ത് കടം? ബാലൻ പറയുന്നു അത് നിനക്ക് പിന്നീട് മനസ്സിലാകും, അപ്പൊ അതങ്ങ് വരവ് വെച്ചാ മതി. വൈജയന്തി ചോദിക്കുന്നു എന്തോ നാടി ഇതിന്റെയൊക്കെ അർത്ഥം? ബാലചന്ദ്ര, ഈ കള്ളക്കളിയും ഒളിച്ചുകളിയൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. അലീന ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ പാസ്ബുക്ക് എടുത്തിട്ട് വൈജയന്തി പറയുകയാണ് ഇതെനിക്ക് വലിച്ചു കീറി അടുപ്പിലിടാനാ തോന്നുന്നത്. ഉച്ചത്തോടുകൂടി ബാലൻ ചോദിക്കുന്നു നീ അടുപ്പിലിട്ട് തീ കൊളുത്തിയാൽ ബാങ്കിലുള്ള പൈസ അങ്ങ് നശിച്ചു പോകുമോ? പരീക്ഷിച്ചു നോക്ക്. അങ്ങനെ ബാലൻ റൂമിലേക്ക് പോകുമ്പോൾ സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്ന അലീനയുടെ അരികിലേക്ക് വന്ന വൈജയന്തി ദേഷ്യത്തോടുകൂടി ആ പാസ്ബുക്ക് വലിച്ചെറിയുകയാണ്. 1,87,000 രൂപ കൊണ്ടുപോയി തിന്നടി. ആ പാസ്ബുക്ക് എടുത്ത് അലീന പറയുന്നു ഞാനിത് തിന്നാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കും. ഇത് കേട്ട് വൈജയന്തി പറയുകയാണ് ഓ നീ വലിയ ദാനശീലയാണല്ലോ. പൈസ ഉള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന നല്ല മനസ്സുള്ള പുണ്യവതി. ബാലചന്ദ്രന്റെ പൂങ്കണ്ണീര് കാണിച്ചും അവശത നടിച്ചും നന്മയുടെ കാവൽ മാലാക ചമഞ്ഞും അടിച്ചെടുത്തതല്ലേടി ഇത്രയും പൈസ? അലീന പറയുന്നു അല്ല മാഡം, അദ്ദേഹം എനിക്ക് കനിഞ്ഞു തന്ന കോമ്പൻസേഷനാ, നഷ്ടപരിഹാരം. വൈജയന്തി ചോദിക്കുന്നു കോമ്പൻസേഷൻ എന്തിന്റെ? ഏത് വകയിലാ നിനക്ക് നഷ്ടപരിഹാരം തരേണ്ടത്? നിന്റെ അശ്രദ്ധ കൊണ്ട് നിന്റെ വയറ്റിൽ മുറിവുണ്ടായതിന് ഞങ്ങൾ എന്ത് പിടിച്ചു? അതിന് ഞങ്ങൾ നഷ്ടപരിഹാരം തരണോ? ബാലചന്ദ്രന് നിന്നോടൊരു അലിവ് തോന്നി തന്നെന്ന് തന്നെ ഇരിക്കട്ടെ, നിനക്കത് വാങ്ങിക്കാൻ കൊള്ളാമോ? ഉടുപ്പുണ്ടോടി നിനക്ക് ലെവലേശമെങ്കിലും? അങ്ങനെ വൈജയന്തി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അലീന പറയുകയാണ് വൈജയന്തി മാഡം, എനിക്ക് അശ്രദ്ധ കൊണ്ട് മുറിവ് പറ്റിയതല്ല. ഇതുവരെ മാഡത്തിനോട് ഞാൻ ആ സത്യം പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ പറയാം. ഞാൻ മനഃപൂർവ്വം വയറ്റിൽ കത്രിക കുത്തി കയറ്റിയതാ. വൈജയന്തി ചോദിക്കുന്നു നീ എന്നാ കളിയാക്കുകയാണോ? അലീന പറയുന്നു ഞാൻ സത്യം പറഞ്ഞതാ. വിശ്വാസം വരുന്നില്ല അല്ലേ? വൈജയന്തി ചോദിക്കുന്നു നിനക്ക് എന്നോത്തിന്റെ കേടായിരുന്നു വയറ്റിലോട്ട് കത്രിക കുത്തി കേറ്റാഞ്ഞിട്ട്. നിനക്കെന്നാ വട്ടാണോ? പുഞ്ചിരിച്ച അലീന പറയുന്നു എനിക്കല്ലായിരുന്നു വട്ട്, മാഡത്തിന്റെ മകനായിരുന്നു. ഇത് കേട്ട് സംശയത്തോടുകൂടി വൈജയന്തി ചോദിക്കുന്നു എന്റെ മകനോ? അവൻ എന്ത് ചെയ്തു? അലീന പറയുന്നു മകനെ വിളിച്ച് ചോദിച്ചാ മതി അലീനയുടെ വയറ്റില് എങ്ങനെയാ മോനെ മുറിവേറ്റതെന്ന്. വൈജയന്തി പറയുന്നു നീ പറയുന്ന ഭ്രാന്ത് കേട്ടോണ്ടേ എനിക്ക് അവന്റെ മുന്നിൽ പോയി നാണം കിടേണ്ട ആവശ്യമൊന്നുമില്ല. അലീന പറയുന്നു ഇല്ലെങ്കിൽ വേണ്ട, പിന്നീട് മനസ്സിലായിക്കോളും. അങ്ങനെ അലീന അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ച് വൈജയന്തി പറയുന്നു നില്ലടി അവിടെ, പറഞ്ഞിട്ട് പോടി. എന്നതാ നീ പറഞ്ഞോണ്ട് വന്നത്? അലീന പറയുന്നു അന്ന് മാഡത്തിന്റെ മകൻ കോളേജിൽ പോവുകയാണെന്ന് അഭിനയിച്ചിട്ട് അരമണിക്കൂറിനകത്ത് തിരിച്ചു വന്നു. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി അലീന വൈജയന്തിയോട് പറയുകയാണ്. രോഹിത് തിരിച്ചു വന്നതും ഹരിശങ്കറും രോഹിത്തും ചേർന്ന് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും സ്വയരക്ഷയ്ക്ക് കത്രിക കൊണ്ട് വയറ്റിൽ കുത്തിയതുമെല്ലാം എല്ലാം കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ വൈജയന്തി ചോദിക്കുന്നു പച്ച കള്ളം പറയുന്നോടി, നീ എന്റെ മുഖത്ത് നോക്കി. നീ ഈ കള്ളത്തരം പറഞ്ഞാണ് ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയതല്ലേ? പുഞ്ചിരിച്ച അലീന പറയുന്നു അതെ, അങ്ങനെ തന്നെ കരുതിയാ മതി. വൈജയന്തി സംശയത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. തുടർന്ന് പാസ്ബുക്കുമായി റൂമിലേക്ക് വന്ന അലീനയോട് മുത്തശ്ശി ചോദിക്കുന്നു എന്നതായിരുന്നു മോളെ അവിടെ വലിയ വഴക്കും ബഹളവും? അലീന പറയുന്നു സാറും ഞാനും കൂടി ഇന്ന് ബാങ്കിൽ പോയില്ലേ, അത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശി ചോദിക്കുന്നു അതിന് ഇത്രയും ബഹളം ഉണ്ടാക്കണോ? അത് അത്യാവശ്യം വേണ്ടതല്ലായിരുന്നു. അലീന പറയുന്നു സാർ എന്റെ അക്കൗണ്ടിലേക്ക് കുറെ അധികം രൂപ ഇട്ടിട്ടുണ്ട്, മാഡം അത് തെറ്റിദ്ധരിച്ചു. മുത്തശ്ശി ചോദിക്കുന്നു കുറെ അധികം എന്ന് വെച്ചാൽ എത്ര രൂപയാ? അലീന പറയുന്നു എല്ലാം കൂടി 1.25 ലക്ഷം രൂപയിലും കൂടുതലുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നു 1.25 ലക്ഷം രൂപയോ? നിന്റെ പേരിലോട്ടിട്ടെന്നോ? അലീന പറയുന്നു ഞാനിപ്പം കൃത്യമായിട്ട് പറയാം. അങ്ങനെ പാസ്ബുക്ക് നോക്കി അലീന പറയുകയാണ് 1,87,000 രൂപ. കണ്ണു തള്ളി മുത്തശ്ശി ചോദിക്കുന്നു എന്നാലും അത്രയും രൂപ ഇട്ടോടി? അലീന പറയുകയാണ് ഞാനല്ല സാറാ ഇട്ടത്. മുത്തശ്ശി പറയുന്നു അത് കുറച്ച് കൂടിപ്പോയി. അതിന് വൈജ വഴക്കുണ്ടാക്കിയെങ്കിൽ അവളെ ഒരു തെറ്റും പറയാനില്ല. അവൻ എന്താ അങ്ങനെ ചെയ്തത്? ആശുപത്രിയിൽ തന്നെ നിനക്ക് വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപയ്ക്കപ്പുറം ചിലവാക്കിയില്ലായിരുന്നു. അലീന പറയുന്നു ബാലചന്ദ്രൻ സാർ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് മാഡത്തിന് അറിയില്ല. മുത്തശ്ശി ചോദിക്കുന്നു നിനക്കറിയാമോ? നീ പറഞ്ഞിട്ടാണോ അത്രയും രൂപ നിന്റെ പേരിലോട്ടിട്ടത്? അലീന പറയുന്നു ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞതുപോലുമില്ല. മുത്തശ്ശി ചോദിക്കുന്നു നിനക്ക് ചോദിക്കാൻ മേലായിരുന്നോ അത്രയും രൂപ എന്തിനാ നിന്റെ പേരിലോട്ടിട്ടതെന്ന്? അലീന പറയുന്നു ഒരു കടം വീട്ടിയതാണെന്നാ സാറ് പറഞ്ഞത്. മുത്തശ്ശി പറയുന്നു നിനക്കറിയാമെങ്കിൽ പറ കുഞ്ഞേ. എനിക്കറിയാമെന്ന അലീന പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്നതാണെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അവിടേക്കിരുന്ന അലീന പറയുന്നു അന്ന് ഞാൻ കസേര മറിഞ്ഞ് വീണതല്ല മുത്തശ്ശി, അങ്ങനെയല്ല വയറ്റിൽ മുറിവുണ്ടായത്. മുത്തശ്ശി ചോദിക്കുന്നു പിന്നെ എങ്ങനെയാ? നീ തന്നെയല്ലേ പറഞ്ഞത് വീണതാണെന്ന്? അലീന പറയുന്നു അന്ന് കോളേജിൽ പോയ രോഹിത് പെട്ടെന്ന് തിരിച്ചു വന്നു, ഞാൻ കാണാതെ ഹരിയെ മുറിയിൽ ഒളിപ്പിച്ചിരുത്തി. ടെൻഷനോടുകൂടി മുത്തശ്ശി ചോദിക്കുന്നു എന്നിട്ട്? അലീന പറയുന്നു എന്നെ രോഹിത് മുറിയിലോട്ട് വിളിച്ചു വരുത്തി, വാതിലടച്ചു പൂട്ടിയിട്ട് രണ്ടുപേരും കൂടി എന്നെ കയറി പിടിച്ചു.
ചത്താലും വേണ്ടില്ല, അവർക്ക് മുമ്പിൽ കീഴടങ്ങില്ലെന്നുറപ്പിച്ച് ഞാൻ കത്രിക എടുത്ത് തന്നെത്താനെ കുത്തി. ഇത് കേട്ട് ഞെട്ടി വാ പൊത്തുകയാണ് മുത്തശ്ശി. അലീന പറയുന്നു, ഞാൻ ബോധം കെട്ട് വീണപ്പോൾ അവരെന്നെ താങ്ങിയെടുത്ത് കോണിപ്പടിക്ക് താഴെ കൊണ്ട കിടത്തി. എന്നിട്ടെന്റെ ഫോണും എടുത്ത് സ്ഥലം വിട്ടു. ഫോൺ അവര് നശിപ്പിച്ചു കളഞ്ഞു. പൊട്ടിക്കരങ്ങിയ മുത്തശ്ശി പറയുന്നു, എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കുഞ്ഞെ ഈ കേൾക്കുന്നത്. അലീന പറയുന്നു, ഞാൻ പോലീസിനോട് കള്ളം പറഞ്ഞത് രോഹിത്തിന്റെ ജീവിതം ജയിലിൽ കിടന്ന് നശിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച. ഞാൻ പോലീസിനോട് സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിനും ഇവിടെയുള്ള എല്ലാവർക്കും മാനക്കേടാകുമല്ലോ എന്നോർത്തു. ഇത് കേട്ട് പൊട്ടിക്കരങ്ങിയ അലീനയുടെ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുത്തശ്ശി പറയുന്നു, മോളെ, എന്റെ പൊന്നു മോളെ, ഈ കിളവി ഒന്നും അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞതുമില്ല. അലീന പറയുന്നു, ആർക്കും അറിയില്ലായിരുന്നു. മനുവേട്ടന് മനസ്സിലായി ഞാൻ കള്ളം പറഞ്ഞതാണെന്ന്. മനുവേട്ടനോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അതും അത്രയ്ക്ക് നിർബന്ധിച്ചപ്പോൾ. പക്ഷേ ഇപ്പൊ സാറും എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ മേഡത്തിനോടും പറഞ്ഞു. മുത്തശ്ശി ചോദിക്കുന്നു, വൈജിയോട് പറഞ്ഞോ? അലീന പറയുകയാണ്, പറയാതെ പിടിച്ചു നിന്നതാ. പക്ഷേ ആരോടൊക്കെ ഞാൻ ഉത്തരം പറയണം? എന്നോട് ഓരോരുത്തര് ചെയ്യുന്ന ദ്രോഹത്തിന് ഞാൻ ചീത്ത കേൾക്കേണ്ടി വരുക. അതെന്തൊരു ഗതികേടാ. ഇപ്പൊ തന്നെ മേഡം ചോദിക്കുക, സാർ എനിക്ക് എന്തിന് ഇത്രയും രൂപ തന്നൂന്ന്. ഞാൻ ചോദിച്ചിട്ടാണോ, ഞാൻ അറിഞ്ഞിട്ടാണോന്ന്? സാർ എന്റെ അക്കൗണ്ടില് അത്രയും രൂപ ഡെപ്പോസിറ്റ് ചെയ്തതിന് മേഡം നോക്കുമ്പോൾ വേറെ അർത്ഥം. ഞാൻ എന്തിനാ ഇതൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ടാ ഞാൻ മേഡത്തിനോടെല്ലാം തുറന്നു പറഞ്ഞത്. ഇപ്പോ മുത്തശ്ശിയും തെറ്റ് വിചാരിച്ചില്ലേ? എന്തിനു ബാലചന്ദ്രൻ സാറ് അത്രയും രൂപ തന്നൂന്ന്? കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുന്നു, പോട്ടെ മോളെ, ക്ഷമിച്ചു കള, ഒന്നും അറിയാതെയല്ലേ. അലീന പറയുന്നു, സാറിനോട് ഞാൻ ഇന്നേ വരെ ഒരു സൗജന്യവും ആവശ്യപ്പെട്ടിട്ടില്ല. സ്വന്തം മകൻ എന്നോട് കാണിച്ച മഹാപാപത്തിന് എന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊടുത്ത അതേ തുക തന്നെ എന്റെ അക്കൗണ്ടിലോട്ട് വിട്ടത്. എനിക്ക് ആ രൂപ വേണ്ട മുത്തശ്ശി. ഇല്ലാത്തവർക്ക് ഞാനത് ദാനം ചെയ്യുകയുള്ളൂ. സത്യം പറഞ്ഞാൽ മടുത്തു, പോയാ മതി എനിക്ക് ഇവിടുന്ന്. പൊട്ടിക്കരങ്ങിയ മുത്തശ്ശി പറയുന്നു, അങ്ങനെ പറയല്ലേ കുഞ്ഞെ, എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ഇത് കേട്ട് അലീന വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ അലീനയുടെ കൈ ചേർത്ത് പിടിച്ച് വിഷമത്തോടുകൂടി അലീനയെ തന്നെ നോക്കി കിടക്കുകയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് ഫോണിൽ വീഡിയോ കണ്ട് റൂമിൽ കിടക്കുകയാണ് രോഹിത്. വൈജയന്തി വാതിൽ തുറക്കുമ്പോൾ രോഹിത് ചോദിക്കുന്നു, അമ്മയായിരുന്നു? ഞാൻ ഓർത്തു. വൈജയന്തി സംശയത്തോടുകൂടി രോഹിത്തിനെ നോക്കുമ്പോൾ രോഹിത് ചോദിക്കുന്നു, എന്നെ അമ്മേ? വൈജയന്തി വളരെ ദേഷ്യത്തോടുകൂടി രോഹിത്തിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട് ഭയത്തോടുകൂടി രോഹിത് അമ്മയെന്ന് വിളിക്കുന്നു. രോഹിത് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, അലീനെ നീയും ഹരിയും കൂടി ഈ റൂമിലോട്ട് വിളിച്ചു വരുത്തി അവൾക്ക് മയക്കുമരുന്ന് കലക്കി കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? ഇത് കേട്ട് ഭയത്തോടു കൂടി നിൽക്കുന്ന രോഹിത്തിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ. വൈജയന്തിയോട് സത്യങ്ങളെല്ലാം അലീന തുറന്നു പറഞ്ഞു എന്ന് മനസ്സിലാക്കി ഭയത്തോടുകൂടി നിൽക്കുകയാണ് രോഹിത്. വൈജയന്തി ചോദിക്കുന്നു, അലീനെ നീയും ഹരിയും കൂടി ഈ റൂമിലോട്ട് വിളിച്ചു വരുത്തി മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? രോഹിത് കുറ്റം സമ്മതിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി രോഹിത്തിന്റെ കരണമുഖ ചടിച്ച് വൈജയന്തി പറയുന്നു, ഇല്ലാന്ന് പറയടാ. അങ്ങനെ വൈജയന്തി രോഹിത്തിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് എടുത്തിട്ട് അടിക്കുകയാണ്. തുടർന്ന് വളരെ വിഷമത്തോടുകൂടി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് വൈജയന്തി. അലീന അരികിലേക്ക് വരുമ്പോൾ അലീനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് വൈജയന്തി. കല്യാണം കഴിക്കാത്ത ആൺപിള്ളേരുള്ള വീട്ടിൽ നിന്നെ നിർത്താൻ കൊള്ളത്തില്ലാന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാ. നീ വന്നതിനു ശേഷമാ ഈ കുടുംബം കലങ്ങിയത്. ഇത് കേട്ട് അലീന പറയുന്നു, പെൺകുട്ടികളോട് റെസ്പെക്റ്റോടെ പെരുമാറാൻ സ്വന്തം മകനെ പഠിപ്പിക്കണമായിരുന്നു മേഡം. ഇത് കേട്ട് തകർന്നിരിക്കുകയാണ് വൈജയന്തി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.